സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരുപാട് തവണകളായിട്ട് ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. വളരെ ആലോചിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, 20 വയസ്സ് കഴിഞ്ഞാൽ, അപൂർവങ്ങളായിട്ട് 20 വയസ്സ് കഴിഞ്ഞിരുന്നാലും ചില ആളുകളുടെ സെക്സ് ഡ്രൈവ് ഡാമേജ് ആകാറുണ്ട്. സെക്സ് ഡ്രൈവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന 10 ഗ്രാമുള്ള ഒരു സിസ്റ്റമുണ്ട്. നമ്മുടെ ഹൈപ്പോതലാമസ് എന്നാണ് എൻ്റെ പേര്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കുള്ള കമാൻഡിങ് കൊടുക്കുന്നതും ഒക്കെ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസിൽ ഒരു ചെറിയൊരു പാർട്ടുണ്ട്, അതിൻ്റെ പേരാണ് സെക്സ് ഡ്രൈവ്. സെക്സ് ഡ്രൈവ് ഡാമേജ് ആയാൽ നിങ്ങളുടെ മനസ്സിൽ വിചാരം ഉണ്ടാകും, നിങ്ങൾക്ക് സെക്സ് ചെയ്യണമെന്നൊരു വിചാരം ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. ഒന്നുകിൽ പൂർണ്ണത എത്താതെ വരും, ഇല്ലെങ്കിൽ പകുതി വഴിയിൽ നിർത്തേണ്ടി വരും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചിട്ട് പല ആളുകളെങ്കിലും ഇതിനു വേണ്ടിയിട്ട് വഴിപാട്, പൂജ, ഇത്തരം പ്രശ്നങ്ങൾ നിമിത്തം ഒരുപാട് ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുക, നമ്മൾ കാണുന്ന തരത്തിൽ നിന്നും അപ്പുറത്ത് ഉള്ള മരുന്നുകൾ കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത മരുന്ന് പ്രയോഗം നടത്തിയ ആളുകളെ കുറിച്ചിട്ട് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ വീഡിയോയിൽ കൂടെ ഒരാളെയും ഞങ്ങൾ പറയാറില്ല. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ, ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ചെയ്യേണ്ടി വന്നതാണ്. ഈ സെക്സ് ഡ്രൈവ് ഡാമേജ് ആവുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ജീവിതശൈലിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രത്യേകതകൾ കൊണ്ടാണ്. ഒരിക്കലും ജീൻ പരമായിട്ട് അല്ലെങ്കിൽ ജനിതകപരമായിട്ട് അത്തരം സാധ്യതകളില്ല എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് അത്തരം ഒരു പ്രശ്നം ഉണ്ടാകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾക്ക് സെക്സ് ഡ്രൈവിൽ എന്തെങ്കിലും തകർച്ച നേരിട്ടാൽ, അതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ന്യൂറോൺ ട്രാൻസ്മിഷൻ തകരാറ് എന്നൊരു പ്രോബ്ലമാണ്. നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹങ്ങളിലുള്ള തകരാർ, അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന നാഡീകോശങ്ങളുടെ പ്രവർത്തനക്ഷമമില്ലായ്മ. അതിന് അത്തരം ഒരു സാഹചര്യം നിങ്ങൾക്ക് ചെറിയ തരത്തിൽ തോന്നി തുടങ്ങിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ഡയബറ്റിക് ആണോ എന്ന് നോക്കണം. ഡയബറ്റിക് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ മധുരം കുറഞ്ഞ പുളിരസം കൂടിയ ഫ്രൂട്ടുകൾ തുടങ്ങാം എന്നുള്ളതാണ്. ആദ്യത്തെ 2 ആഴ്ചക്കാലം നിങ്ങൾ ഏറ്റവും നല്ല ഫ്രൂട്ട്സുകൾ, അത് ഒരു ഐറ്റം അല്ല, 3-4 ഐറ്റം ഒരുമിച്ച് കഴിക്കണം. മുന്തിരിപ്പഴം, ഓറഞ്ച്, ആപ്പിൾ അല്ലെങ്കിൽ വിട്ടേക്കൂ, അത് പോമർഗ്രാനൈറ്റ്, മാതളപ്പഴം, അതേപോലുള്ള എന്തെങ്കിലും ഒരു 4-5 എണ്ണം ഒരുമിച്ച് കഴിക്കണം എന്നുള്ളതാണ്. അത് കഴിക്കുന്ന സമയം രാത്രി ആഹാരശേഷം കഴിഞ്ഞ് 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട്. ചിലപ്പോൾ നിങ്ങളിൽ തന്നെ ആളുകൾ വെളുപ്പാങ്കാലം കഴിഞ്ഞ് ഉറങ്ങുന്ന ആളുകളുണ്ടാവും. വെളുപ്പാങ്കാലം എന്നുദ്ദേശിക്കുന്നത് 3 മണി വരെയും ജോലികളൊക്കെ ചെയ്തിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്കും ഇത്തരം അവസ്ഥകൾ, അതായത് നോർമലായ രീതിയിൽ തന്നെ മറ്റ് തകർച്ചകളൊന്നും ഇല്ലാതെ തന്നെ സെക്സ് ഡ്രൈവ് ഡാമേജ് ആവാം. അത്തരം ആളുകൾ ഉറക്കമൊന്ന് ശരിയാക്കിയാൽ നന്നാവും. ഞാൻ പറയുന്നത് ഒരു 8-9 മണിക്ക് അത്താഴം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലൈറ്റ്ലി വിശക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സെക്സ് ഡ്രൈവ് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു മരുന്നുകളും ആവശ്യമില്ല. അത് ഒരു ഭാഗം. അത് ശരിക്കും ഞാൻ പറയുന്നത് ഇതിന് മരുന്നേ ആവശ്യമില്ല, ആ സമയത്ത് മരുന്നേ ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ, നിങ്ങൾക്ക് പെരിഫറൽ ന്യൂറോപ്പതി അതേപോലുള്ള മറ്റ് അസ്വസ്ഥതകളുള്ള ആളുകളാണോ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും വേർത്ത് കുളിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേർത്ത് കുളിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത, ഇതിപ്പോൾ വിവിധ തരത്തിലാണ് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ഒരു വീഡിയോയിലൊന്നും തീരുന്നില്ല. അങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു കാർഡിയോ, നിങ്ങളുടെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കണം. ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും സെക്സ് ഡ്രൈവ് ഡാമേജ് വരാം എന്നുള്ളതാണ്. അതാദ്യം കണ്ടുപിടിക്കണം. അതിലെന്തെങ്കിലും അപാകതകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റിലെ മാറ്റങ്ങൾ ഉടനെ കണ്ടുപിടിച്ചാൽ ഉടനെ പോയി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഷ്ടപ്പെടണമെന്നില്ല. ആദ്യം തന്നെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ തീരെ
എണ്ണ ചേർന്നതും അതേപോലെ തന്നെ റെഡ് മീറ്റ്, അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ റെഡ് മീറ്റ് എല്ലാം അവോയ്ഡ് ചെയ്യണം. എണ്ണ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. 2 ആഴ്ച നിങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ആഹാരം ഒരു 2:30 മണിയിലോട്ട് മാറ്റി വയ്ക്കുക. വൈകുന്നേരം അത്താഴം ഒരു 5 മണിയോടുകൂടെ കഴിച്ച് നിർത്തണം. അങ്ങനെയുള്ള ചെറിയ ആഹാരങ്ങൾ കഴിച്ച് വയറിന് വിശക്കുന്നതിന് മാത്രം, വിശപ്പ് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമുള്ള ആഹാരങ്ങൾ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് സെക്സ് ഡ്രൈവ് തിരിച്ച് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. 3ാമത്തെ വിഭാഗം, ഇതെന്ന് പറയുന്നത് മറ്റ് ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും ഓക്കെയാണ്, പക്ഷേ ഡ്രൈവ് വർക്ക് ചെയ്യുന്നില്ല. മനസ്സിനകത്ത് മാത്രം നമുക്ക് ഫീലിങ്സ് ഉണ്ട്, പുറത്ത് നമുക്കത് വരുന്നില്ല. അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ ലൈംഗിക ഉത്തേജനം അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മെഡിസിനുകൾ വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ച് ഒരുപാട് കാര്യങ്ങളുടെ ഡിസ്കഷന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഇത്തരം ആളുകൾക്ക് ഒരിക്കലും ഡയറ്റൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. കാരണം അത് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻസ് തകരാറുകൾ ഉണ്ടാകും. അത് ഒന്നുകിൽ മാനസിക രോഗങ്ങളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് അമിതമായ സ്ട്രെസ്, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള മറ്റെന്തെങ്കിലും വഴക്ക് കേസുകളിലൊക്കെ കുടുങ്ങി വിഷമങ്ങളുണ്ടായി ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ നേരിട്ടിരിക്കുന്ന സമയങ്ങളിൽ കൂടിയും ഡ്രൈവ് ഇതേപോലെ കാലങ്ങളായിട്ട് തന്നെ ഡാമേജ് ആയെന്ന് വരാം. ഇത്തരം ചില ആൾക്കാർക്ക് ഡ്രൈവ് പാടെ ഡാമേജ് ആവും, ചില ആൾക്കാർക്കാണെങ്കിൽ ഇത്തരം സമയം വരുമ്പോഴായിരിക്കും ഡ്രൈവ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അങ്ങനെയുണ്ട് കേട്ടോ, 2 തലമുണ്ട്. ഇതൊക്കെ കൂടുതൽ കൺസൾട്ടേഷന് ശേഷം അല്ലെങ്കിൽ കൗൺസിലിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കുടുംബത്തിലുണ്ടാകുന്ന അംഗങ്ങളുടെ വിയോഗം, ഇപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നൊരു നല്ലൊരു പെറ്റ്, നമ്മുടെ കൂടെ ഉള്ളൊരു പെറ്റിന് ഇങ്ങനെ നഷ്ടപ്പെട്ടായിരുന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്തരം പ്രശ്നങ്ങളിലോട്ട് വരാം. അതേപോലെ തന്നെ വീട്ടിൽ നമ്മൾ വളരെ സ്നേഹത്തോടെ കണ്ടിരിക്കുന്ന ആരെങ്കിലും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടാലും ഇതേപോലുള്ള അവസ്ഥ ചിലപ്പോൾ കാലങ്ങളോളം നീണ്ടു നിന്ന് വരാം. ഇതിനൊക്കെ നമ്മൾ കൗൺസിലിംഗ് ചെയ്താണ് ശരിയാക്കേണ്ടത്. മരുന്നിന് അവിടെ 5ാം സ്ഥാനമേ ഉള്ളൂ. കൗൺസിലിങ്ങുകൾ കൂടെയും ആളിനെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം നല്ല ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഓരോ മനുഷ്യജീവനും ഭൂമിയിലെ ഏറ്റവും വലിയ അമൂല്യ രത്നങ്ങളാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എടുക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ അവരെ അപകടത്തിലേക്ക് തള്ളി നയിച്ചെന്ന് വരാം. നിങ്ങൾക്കൊരു രോഗമുണ്ടായാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ഡയറ്റ് എടുത്തതിനെ ശരിയാക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ എടുത്ത് വെച്ച് ഇതിന് എന്ത് മരുന്ന് എന്നുള്ള കാഴ്ചപ്പാട് നിങ്ങളങ്ങ് മാറ്റണം. കാരണം സെർച്ച് എൻജിൻ, അതായത് ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിനുകൾ എല്ലാം പെയ്ഡാണ്, അതായത് കാശ് കൊടുത്തിട്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ കാശ് കൊടുക്കുന്ന പാർമകളും അതേപോലുള്ള സ്ഥാപനങ്ങളുമൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം അവരുടെ ലിസ്റ്റായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾക്ക് അവർ പറഞ്ഞു തരുന്ന ഇൻഫർമേഷനുകളിൽ 55% മാത്രമേ ശരിയുണ്ടാവുള്ളൂ. 55% ജ്യോതിഷന്മാർ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയതായിരിക്കും. ശരിക്കും ശരിയെന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ഡയറക്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, ഞാൻ കൺസൾട്ടേഷൻ ചെയ്തിരിക്കുന്ന 1000-ൽ ഒരു 800 പേരെങ്കിലും അസുഖമുള്ളവരല്ല. അവരുടെ മനസ്സിലാണ് വിഷമം, അസുഖം. അതെന്ന് വെച്ചാൽ അവർക്ക് എന്തോ മാരകമായ അസുഖങ്ങളുണ്ട് എന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടും ഒരു വെള്ളം കുടിച്ചാൽ മതിയാവും, കുറച്ച് 2 ഗ്ലാസ് വെള്ളം അധികം കുടിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളവരാണ് ഈ മരുന്നിന് വേണ്ടി നടക്കുന്നത്. പക്ഷേ ഇത്തരം ആളുകൾ ഈ മരുന്നിനെ കച്ചവടമായിട്ട് കാണുന്ന ആൾക്കാരിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? ഉറപ്പായിട്ടും അത് അവർക്ക് ഫിനാൻഷ്യൽ സൈഡ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ബാക്കിയുള്ള ശതമാനം ആളുകൾ ശരിക്കും രോഗികളാണ്. ഈ രോഗികൾക്ക് ശരിക്കും മരുന്നില്ല. കാരണം അവരെവിടെയെങ്കിലും പോയിട്ട് മരുന്ന് കഴിച്ച് അവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ രോഗം മാറുന്നില്ല. ശരിക്കും അത്തരം 1000-ൽ 70% പേർക്കും ശരിക്കും അസുഖങ്ങളില്ല. 30% പേർക്കാണ് അസുഖമൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് ഏകദേശം ഈ പറയുന്ന 30-ൽ നമുക്ക് 29% പേരെയും നമുക്ക് എന്ത് ചെയ്യാം, രക്ഷിക്കാൻ പറ്റും. ബാക്കിയുള്ളവർ മാത്രമാണ് എങ്ങനെയെങ്കിലും മിസ്സായി പോകുന്നത്. ശരിക്കും ആയുർവേദം ആരോഗ്യരംഗത്തിലെ ഏറ്റവും വലിയൊരു ചുവടുവെപ്പാണ്. വേൾഡിൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള ആളുകൾ ആയുർവേദത്തിൻ്റെ നല്ല വശങ്ങളാണ് നോക്കിക്കാണുന്നത്. ഒരിക്കൽ കൂടിയും അതിലൊരു ചീത്ത വശമില്ല. പക്ഷേ പലയിടത്തും അതിനെ വെച്ച് ഉപയോഗിക്കുന്ന രീതിയും
മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡുമൊക്കെ വളരെയധികം ചേഞ്ച് ആയതുകൊണ്ടാണ് പെട്ടെന്നൊരു എമർജൻസി മെഡിസിനായിട്ട് ആയുർവേദത്തിലേക്ക് ആരും വരാത്തത്. ആയുർവേദം ശരിക്കും അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ആയുർവേദത്തിൽ ഇനി ഒരുപാട് മെഡിസിൻ ഡെവലപ്പ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്സ് ഡ്രൈവൊക്കെ എന്നും ആക്റ്റീവായിരിക്കാൻ ആയുർവേദത്തിലുള്ള മരുന്നുകൾ ഒരുപാടുണ്ട്. മുക്കൂറ്റി രസായനം, കായസേവം, വൃദ്ധധാരക രസായനം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500-1000 രൂപ കൊണ്ടൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എക്സ്പെൻസീവ് മരുന്നുകളായതുകൊണ്ട് ഒരിക്കലും ഇത് നിങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകരൊക്കെ സാധാരണ രീതിയിലും സാധാരണപ്പെട്ട ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്ത് തരാൻ പറ്റില്ല. അത് ഇതെന്ന്. പക്ഷേ നിങ്ങൾക്ക് അറിവ് കിട്ടും. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിവ് കിട്ടും. അതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ മരുന്ന് വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതം കളയണം അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ ഈ ഇത്തരം മരുന്നുകളുടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സെക്സ് ഡ്രൈവിന് തകരാറുകളുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കഴിക്കാം മുക്കൂറ്റി രസായന. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. പക്ഷേ ആ വീഡിയോ വന്നതിന് ശേഷം വീഡിയോ ചാനലുകളെല്ലാം മുക്കൂറ്റി രസായന എന്നതിന് പകരം മുക്കൂറ്റി ലേഹ്യം ആക്കി മാറ്റി. രസായന എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെൻ്റ് എന്നാണ് അർത്ഥം. അതിനകത്ത് മധുരം ചേർത്തുണ്ടാക്കുന്ന സപ്ലിമെൻറ്റുകളൊന്നും അത് ശരീരത്തിൻ്റെ മാസ് അല്ലെങ്കിൽ വണ്ണത്തിനെ കൂട്ടുമെന്നുള്ളതല്ലാതെ അത് ശരിക്കും നമ്മുടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല. എന്താണ് മുക്കൂറ്റി രസായന ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് സെറാട്ടോണിൻ. മാത്രമല്ല അതിൽ തന്നെ B6 B12 പോലുള്ള മൂലകങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ തലച്ചോറിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും നമ്മൾ പെട്ടെന്ന് തന്നെ മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ ശരീരം വളരെ അടിപൊളിയാവുകയും നല്ല സ്കിന്ന് വരികയും നല്ല ബോധം വരികയും നല്ല ഊർജ്ജസ്വലരാകുകയും ഒക്കെ ചെയ്യും. അതാണ് ഈ മുക്കൂറ്റി രസായനയുടെ ഉദ്ദേശം. കായസേവത്തിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്തുള്ള എല്ലാ ഓർഗണുകളെയും പുഷ്ടിപ്പെടുത്തി, ഉള്ളിലുള്ള എല്ലാ ഓർഗണയും പുഷ്ടിപ്പെടുത്തി ഈ ആരോഗ്യത്തിൻ്റെ കൂടെ തന്നെ യുവാവ് അല്ലെങ്കിൽ യൗവനം യുക്തരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വൃദ്ധധാരക രസായന പുരുഷന്മാരുടെ മാത്രം മരുന്നാണ്. അത് അവരുടെ ദാമ്പത്യമായ അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ഉദ്ദേശത്തിനെ മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്നതാണ്. അതും കൺസൾട്ടേഷൻ ഇല്ലാതെ അത്തരം മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിരവധി മരുന്നുകളാണ് ആയുർവേദത്തിൽ ഉള്ളത്. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് ആണ് പലതും. അതുകൊണ്ടാണ് ഇതെടുക്കൂ എന്നൊന്നും വീഡിയോ ചെയ്ത് പറയാത്തത്. എൻ്റെ വീഡിയോ നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ സെക്സ് ഡ്രൈവ് ഡാമേജ് ആയാൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. ഡയറ്റിൽ കൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ സെക്ഷൽ ആക്ടിവിറ്റീസൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. അത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ നിങ്ങൾ കാണുന്ന വഴിയിൽ കാണുന്നതും നേരിൽ കാണുന്നതുമായിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് മെഡിസിൻസുകളും ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് വ്യക്തമായ കൺസൾട്ടേഷനും ഒന്നും ഇല്ലാണ്ട് ഇതൊന്നും എടുത്ത് കഴിക്കരുത്. കാര്യം അത് കഴിച്ചിരുന്നാൽ ഉറപ്പായിട്ടും ഹൈപ്പോതലാമസ് പിന്നെ നിങ്ങൾ പിടിച്ചിടത്തായിരിക്കും നിൽക്കുന്നത്. നിങ്ങളെ ഒരിക്കലും അത് നേരെയാക്കണമെന്നൊന്നുമില്ല. കാരണം ഇതെല്ലാം കെമിക്കലുകളുടെ ക്യാരക്ടർ പോലെ ഒരു മനുഷ്യനെ മാറ്റിക്കളയും, അവൻ്റെ ജീവിതത്തിനെ മാറ്റിക്കളയും. അതുകൊണ്ട് ഇത്തരം മെഡിസിൻസൊക്കെ ഒരു നാർക്കോട്ടിക് എടുക്കുന്നത് പോലെയാണ് പലതും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം അതിൻ്റെ പുറകെ പോകാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.